ജിബിൻ ജബിയിലേക്ക് നമ്മൾ പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ദൃശ്യം എന്നത് കണ്ഠരര് രാജീവരെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയാണ്. വീണ്ടും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ജിബിൻ വിവരങ്ങൾ ഇപ്പോഴാണ് എത്തിച്ചത്. രതീഷ്, ഇപ്പോഴാണ് തന്ത്രി കണ്ഠരര് രാജീവരെ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അദ്ദേഹം ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതികരിച്ചിരിക്കുന്നത്. നേരത്തെ പ്രതികരണം വീണ്ടും വന്നോ? നേരത്തെ ചോദിക്കുമ്പോൾ 2 തവണയും ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയത്തും തിരിച്ചിറങ്ങുമ്പോഴും കാര്യമായുള്ള പ്രതികരണം ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നോ? കണ്ഠരര് രാജീവരുടെ പ്രതികരണം വന്നോ? അതായത് രതീഷ്, ഇപ്പോൾ അദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ആശുപത്രിയിലേക്ക് കയറ്റുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരായിരുന്നു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എന്തെങ്കിലും പങ്കുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നിരപരാധിയാണ് എന്നാണ് ആ ഒരു സമയത്ത് പ്രതികരിച്ചത്. അതുമാത്രമല്ല, നേരത്തെയും നമ്മൾ അദ്ദേഹത്തെ ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കി കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിലും ഇതേ ചോദ്യം അദ്ദേഹത്തോട് പലതവണ ചോദിച്ചിരുന്നു. ആദ്യം അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പിന്നീട് രണ്ടാമത്തെ തവണ അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റുന്നതിന് തൊട്ട് മുൻപായി ആ സമയത്ത് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത്, താങ്കൾ ഈ കേസിൽ നിരപരാധിയാണോ, ആരെങ്കിലും കുരുക്കിയതാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ തന്നെ എന്നാണ് അദ്ദേഹം ആ ഒരു സമയത്തും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അത് തന്നെയാണ്, അതേ പ്രതികരണം തന്നെയാണ് കണ്ഠരര് രാജീവരുടെ ഭാഗത്ത് നിന്ന്, തന്ത്രി കണ്ഠരര് രാജീവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ, സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് തന്നെ തന്ത്രി കണ്ഠരര് രാജീവരെ വിധേയമാക്കണമെന്നാണ് ആ ഒരു റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ 14 ദിവസത്തേക്ക്, അതായത് ഈ മാസം 23 വരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഈ കാലയളവിൽ അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യണം. അതുമാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഏകദേശം 60 ദിവസമായി തന്നെ പോലീസിന്റെ കസ്റ്റഡി റിമാൻഡിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, പത്മകുമാറുണ്ട്. ഈ സ്വർണ്ണക്കൊള്ള നടന്ന കാലഘട്ടത്തിൽ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്, പത്മകുമാറുണ്ട്, വാസുണ്ട്. അത്തരത്തിലുള്ള ആളുകളുമായി ഒന്നിച്ചേർത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിന് കൂടി തന്ത്രി കണ്ഠരര് രാജീവനെ വിധേയരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ ഒരു 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കോടതിയും പറഞ്ഞിട്ട്, അതായത് അദ്ദേഹത്തെ ഈ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്ന സമയത്ത് കോടതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വൈദ്യസഹായം ഏർപ്പാടാക്കണമെന്നുള്ളൊരു കാര്യം കൂടി കോടതി റിമാൻഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ്. സാധാരണ നിലയിലുള്ള നടപടിക്രമമാണ്. അതേസമയം തന്നെ ഏറ്റവും ഗൗരവതരമായ അറസ്റ്റാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായത്. ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മി എന്ന നിലയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന, എല്ലാ ചടങ്ങുകൾക്കും കാർമ്മികത്വം വഹിക്കുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ഉണ്ടായപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരണം, ഈ വർഷം അദ്ദേഹമല്ല തന്ത്രി എന്നാണ്. പക്ഷേ താഴ്മൺ കുടുംബത്തിൽ നിന്നാണ് അത്തരമൊരു നിർദ്ദേശം ഉണ്ടാവുക. അതിൻ്റെ ഭാഗമായി ഓരോ വർഷവും മാറി വരും. ഇപ്പോൾ തന്ത്രി കണ്ഠരര് മഹേശ്വരായിരുന്നു. അതിനുശേഷം തന്ത്രി കണ്ഠരര് മോഹൻ വന്നു. അദ്ദേഹം മറ്റൊരു കേസിൽപ്പെട്ടപ്പോഴാണ് തന്ത്രി കണ്ഠരര് രാജീവൻ അവിടെ പ്രധാനപ്പെട്ട റോളിലേക്ക് എത്തി. ഇപ്പോൾ അവരുടെ മക്കളുടെയൊക്കെ സമയമാണ്. പക്ഷേ താഴ്മൺ കുടുംബത്തിലെ ശബരിമല അയ്യപ്പനെ പരിപാലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണിപ്പോൾ അറസ്റ്റിലായത് എന്നത് വളരെ ഗൗരവതരമായ ഒന്നാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടൊരു ഘട്ടം കൂടിയാണ്. ഇതിനപ്പുറത്തേക്ക് അറസ്റ്റ് ഉണ്ടാകുമോ എന്നതൊക്കെ വളരെ പ്രധാനമായി മാറുന്നുണ്ട്.